നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നലെ ധാരാളം നമ്പർ ഓഫ് മാച്ചസ് ഉണ്ടായിരുന്നു അല്ലേ, ബുണ്ടസ് ലീഗയിലും സിരിയയിലും പ്രീമിയർ ലീഗിലും ലലീഗയിലും. ബട്ട് നമ്മൾ നേരെ നമ്മുടെ ലയണൽ ആൻഡ്രേസ് മെസ്സി, ഫോർ മീ ഓരോരുത്തർക്കും പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, പേഴ്സണലി ഫോർ മീ ഹീസ് മൈ ഗോഡ്. സോ മെസ്സി തൻ്റെ 48ാം ടൈറ്റിൽ നേടിയിരിക്കുകയാണ്. MLS വന്നതിന് ശേഷം നേടാവുന്ന എല്ലാ ഡൊമസ്റ്റിക് ട്രോഫീസും നേടിക്കൊണ്ട് MLS കപ്പ് നേടിക്കൊണ്ട് ലയണൽ മെസ്സി തൻ്റെ 48ാം കിരീടം നേടി. വാൻകോവറിനെ 3-1 ഫൈനലിൽ തോപ്പിച്ചത്. ഓൺ ഗോളിലൂടെ ഇന്റർ മയാമി ലീഡ് എടുത്തെങ്കിലും സെക്കൻഡ് ഹാഫ് വാൻകോവർ തിരിച്ചടിച്ചിരുന്നു. പിന്നീട് ലയണൽ മെസ്സി അത്രയും നേരം കുറച്ച് ഉറങ്ങി നിന്ന മെസ്സി ലാസ്റ്റ് 20 മിനിറ്റ് മെസ്സി ഡിസൈഡ് ഓക്കെ ടൈം ടു കിൽ ദ ഗെയിം. അപ്പ് ചെയ്തു. 2 കിഡിലൻ അസിസ്റ്റ്. അതിലെ രണ്ടാമത്തെ ഡിപ്പോളിൻ്റെ ഗോളിൽ പുള്ളി ആ ബോൾ വിൻ ചെയ്ത് റിലീസ് ചെയ്ത പാസ്. അതിൻ്റെ സെക്കൻഡ് അലൻ്റെയുടെ ഗോളിൽ ആ ജോഡി ആൽബ ഇട്ട ബോളിൽ ആൾ കൺട്രോളിലാക്കി ഫസ്റ്റ് ടൈം പാസ്. ആ ബോൾ നിലത്ത് തൊടുന്നതിന് മുമ്പ് തന്നെ ആ പാസ് റിലീസ് ചെയ്യുന്നതൊക്കെ ഒരു 1.5 ഐറ്റം തന്നെയായിരുന്നു. ആൻഡ് മെസ്സി വേറെ മൂഡിലായിരുന്നു ലാസ്റ്റ് ഒരു 20 മിനിറ്റ്. ആദ്യത്തെ ഒരു ഫസ്റ്റ് 60-65 മിനിറ്റ്സ് ഗെയിമിൽ അധികം നമ്മൾ മെസ്സിയിലോട്ട് അധികം ബോൾ ചെയ്യുന്നത്. ശരിക്കും ആ ഒരു ഗോൾ അടിച്ചതിന് ശേഷം വാൻകോറിൻ്റെ കയ്യിലായിരുന്നു കൺട്രോൾ ഗെയിമിൻ്റെ ആ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ അവർ ആ ഈക്വലൈസർ സ്കോർ ചെയ്തതിന് ശേഷം മെസ്സിബിയിലേക്ക് ഓക്കെ ടൈം ടു ചേഞ്ച്, ആ ഗിയർ മാറ്റാൻ സമയമായിരുന്ന ഒരു ഡിസിഷൻ എടുത്തു. ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു ഇന്റർ മയാമി ആൻഡ് റോഡ്രിഗോ ഇപ്പോൾ നല്ലപോലെ കളിച്ചു. ബട്ട് എടുത്തു പറയേണ്ട 2 നെയിമുകൾ, നമ്മുടെ മുത്തുകൾ സെർജിയോ ബുസ്കറ്റ് ആൻഡ് ജോഡി ആൽബ, രണ്ടുപേരും അവരുടെ ഒഫീഷ്യലായിട്ടുള്ള ലാസ്റ്റ് ഗെയിമുകളാണ് കളിച്ചത്. അവർ രണ്ടുപേരും റിട്ടയർ ചെയ്യുകയാണ് ഫുട്ബോളിൽ നിന്ന്. ഓൾ ദ ബെസ്റ്റ്. അവരെക്കുറിച്ച് സ്പെഷ്യലായിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യേണ്ടതുണ്ട്. സെർജിയോ ബുസ്കറ്റൊക്കെ ശരിക്കും ഒരു പക്കാ റോൾ മോഡലാട്ടോ. സോ ബുസ്കറ്റ്സിനെ തന്നെ കോച്ചിങ് കരിയർ തുടരുമെന്നാണ് കേൾക്കുന്നത്. ബട്ട് ദർ വിൽ ബി നോ ബുസ്കറ്റ്സ് മെസ്സി ജോഡി ആൽബ കണക്ഷൻ, അല്ലെ ജോഡി ആൽബ മെസ്സി കണക്ഷനൊക്കെ ഇപ്പോഴും ഇന്നത്തെ മാച്ചിലാണെങ്കിലും ജോഡി ആൽബയൊക്കെ കണ്ണും പൂട്ടിയാണ് പാസ് ചെയ്യുന്നത്. മെസ്സി എവിടെയാണെന്ന് അറിയാം. സോ എനിക്ക് തോന്നുന്നു നമ്മൾ ഡാനി ആൽവസിന് ശേഷം മെസ്സിയായിട്ട് പല പ്ലേയേഴ്സിന് ധാരാളം കണക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ബുസ്കറ്റ്സും ഇനിയസയും ചാവി എല്ലാവരുമായിട്ട് ഭയങ്കര കണക്ഷനായിരുന്നു മെസ്സിക്ക്, സുവാറസൊക്കെ ആയിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു മെസ്സിനെ ഡാനി ആൽവസും ജോഡി ആൽബയും നമുക്ക് ഈ 2 പ്ലേയേഴ്സാണ് മെസ്സിയായിട്ട് ഏറ്റവും കണക്ഷൻ ഉള്ളവർ തോന്നിയിട്ടുള്ളത്. അതായത് അവർക്ക് രണ്ടുപേർക്കും കണ്ണും പൂട്ടി വേണേൽ പാസ് ചെയ്യാം. മെസ്സി ഇവിടെ കാണുമെന്ന് അവരെ ഇപ്പം നമ്മൾ കണ്ണ് കെട്ടി കളിപ്പിച്ചാൽ പോലും അവർ മെസ്സി ഇവിടെ കാണുമെന്ന് പോലെ അറിയാം. ആ രീതിയിലുള്ള കണക്ഷനാണ് ഇവർക്കിടയിലുള്ളത്. അതെടുത്ത് പറയേണ്ട കാര്യമാണ്. ജോഡി ആൽബയ്ക്ക് സ്റ്റിൽ ക്യാൻ പ്ലേ ബ്രോ. അത് എന്തുകൊണ്ടാണ് ഇത്ര നേരത്തെ റിട്ടയർ ചെയ്യുന്നത്? ബുസ്കറ്റ്സ് ഹാസ് മെയ്ഡ് ഇസ് കോൾഡ് ബുസ്കറ്റ്സ് സ്ലോ ഡൗൺ ആണെന്ന് സിനാരിയോസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബുസ്കറ്റ് സ്റ്റിൽ പ്ലേഡ് വെൽ. സുവാറസ് ഈ മാച്ചിൽ 1 മിനിറ്റ് പോലും കളിച്ചില്ല. പക്ഷേ എന്നാലും സുവാറസിന് നമുക്കറിയാം മേ ബി ഒരു ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് ആയിരുന്നു സുവാറസിനെ ബാൻ വന്നത്. സുവാറസിനെ ബെഞ്ച് ചെയ്തിട്ട് അലൻ്റെനെ ലോണിന് സെൽട്ട വിഗത് കൊണ്ടുവരുന്ന നമ്മൾ കണ്ടു. പിന്നെ സെഗോവിയ, ഇവരെല്ലാം കൂടെ മറ്റേ സിൽവേറ്റി എന്ന് പറയുന്ന അനന്തർ അർജൻറ്റീനിയൻ എല്ലാവരും കൂടെ വരുന്നപ്പം ടീം ഒന്ന് ഉണർന്നു. സോ ഹാപ്പി ഫോർ മെസ്സി. നമുക്ക് നോക്കാം ഇനി എന്താവുമെന്ന്. അവിടുന്ന് നമ്മൾ നേരെ ഇന്നലെ യൂറോപ്പിലോട്ടൊന്ന് തിരിച്ചു വരുവാണെങ്കിൽ ബാർസലോണ 5-3 റയൽ ബെറ്റിസിനെ അവരുടെ ഹോമിൽ ചെന്ന് തോപ്പിച്ചത്. ഫെറാൻ ടോറസ്, റയൽ ബെറ്റിസ് എന്ത് മണ്ടത്തരമാണ് കാണിച്ചത്. പിച്ച് നനഞ്ഞു കിടക്കുമായിരുന്നു. റൂഫ് അടയ്ക്കണ്ടേ, മഴ പെയ്തായിരുന്നെന്ന് തോന്നുന്നു. പിച്ച് നല്ലപോലെ നനഞ്ഞിരുന്നത്. ആൻഡ് ഫെറാൻ ടോറസിൻ്റെ ഫസ്റ്റ് ഹാഫ് ഹാട്രിക്ക് വരുന്നൊരു മാച്ച് ഉണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി ഇന്നലെ ഇറക്കിയ ലൈനപ്പ് നിങ്ങൾ നോക്കുക. റൂണി ബർദാജനെയാണ് ഇറക്കിയത്. യമാല, റൂണി ബർദാജ, ഫെറാൻ ടോറസ്, റാഷ്ഫോർഡ് ഫ്രണ്ട് ഫോറാണ്. റഫീനയ്ക്ക് ശരിയൊരു നോക്കുള്ളതുകൊണ്ട് ആളെ യൂസ് ചെയ്തില്ല. ഇന്നത്തെ മാച്ച് കളിച്ചില്ല, വിച്ച് വാസ് ഗുഡ്. ആൾക്ക് ഫുൾ റെസ്റ്റ് കിട്ടി. പെഡ്രി സ്റ്റാർട്ട് ചെയ്തു, അലോങ് വിത്ത് ഹിം എറിക് ഗാർഷ്യ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ബാക്ക് ലൈൻ നമ്മുടെ സ്ട്രോങ്ങസ്റ്റ് ബാക്ക് ലൈൻ തന്നെയാണ് ഇറക്കിയത്, ഗാർഷ്യൻ ഗോൾ. സോ നമ്മൾ ജോൺ ഗാർഷ്യയ്ക്ക് മാച്ചിന് ശേഷം ചെറിയൊരു ഇഷ്യൂ വന്നായിട്ട് റിപ്പോർട്ടുകൾ വന്നെങ്കിലും ഹി വാസ് ഓക്കെ. വേറൊരു കാര്യവും കണ്ടില്ല. സോ നമുക്ക് നോക്കാം എന്താവുമെന്ന്. പക്ഷേ നമ്മൾ നേരെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും മാച്ച് തുടങ്ങുമ്പം തന്നെ ആൻ്റണിയുടെ ഗോട്ടിൻ്റെ ഗോളിലൂടെ റയൽ ബെറ്റിസ് ലീഡ് എടുക്കുന്ന സിനാരിയോ നമ്മളുണ്ട്. അവിടെ ജൂൾസ് കുണ്ടയുടെ അവിടെ ഓഫ്സൈഡ് ട്രാപ്പ് സെറ്റ് ചെയ്യുന്നതിൽ ബാർസലോണ പാടുമായിരുന്നു. വീണ്ടും നമ്മൾ മാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഗോൾ കൺസീഡ് ചെയ്യുന്ന കുറച്ച് കൺസേൺ ആണ്. പിന്നീട് ഡിഫൻസീവ്ലി ജെറാൻ മാർട്ടിനും കുബാർസി എല്ലാം പക്കയാവുന്ന സെറ്റാണ്. പക്ഷേ ആ ഒരു ആദ്യത്തെ മിനിറ്റ്സുകളിൽ നമ്മൾ സ്ലീപ്പ് ചെയ്യുന്നത് ഒരു കൺസേണിങ് തിങ് ആണ്. പക്ഷേ നമ്മൾ ഗെയിമിലോട്ട് തിരിച്ചു വന്നു. ഒരു കിഡിലൻ ടീം ഗോളായിരുന്നു അത്. ജൂൾസ് കുണ്ടെ റൈറ്റ് ഹാൻഡ് സൈഡിലൂടെയുള്ള ഒരു മൂവ്മെൻറ്റ്, ജൂൾസ് കുണ്ടയുടെ ക്രോസ് ആൻഡ് ഫെറാൻ ടോറസിൻ്റെ അടിപൊളി ഫിനിഷ് ആയിരുന്നു. ആൻഡ് രണ്ടാമത്തെ ഫെറാൻ ടോറസിൻ്റെ ഗോൾ ഈക്വലി ബെറ്റർ. പക്ഷേ അതിലെടുത്ത് പറയുന്ന റൂണി ബർദാജയുടെ കാര്യമാണ്. റൂണി ബർദാജയുടെ ഒരു മൊമെൻറ്റ് ഓഫ് മാജിക് തന്നെയായിരുന്നു ആ ഒരു അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തത്. ആൻഡ് കിഡിലൻ ഫിനിഷ് തന്നെയായിരുന്നു, ഒന്നും പറയാനായിട്ടില്ല ഫെറാൻ ടോറസിൻ്റെ. ആൻഡ് റൂണി ബർദാജയുടെ ഗോളും വരുന്ന ഒരു സിനാരിയോ നമ്മൾ കണ്ടു. പെഡ്രിയുടെ ഒരു നല്ല പാസ് ആൻഡ് റൂണി ബാർജയുടെ ഒരിക്കലും, റൂണി ബർദാജയാണോ ബാർജയാണോ 2 പ്രൊണൗൺസിയേഷൻ കേട്ടിട്ടുണ്ട്. ഒരു സൂപ്പർ ഷോട്ടായിരുന്നു, സൂപ്പർ ഫിനിഷ് തന്നെയായിരുന്നു റൂണി ബാർജയുടെ. ചെക്കൻ ഇന്നലെ ഒരു ഗോളും ഒരു അസിസ്റ്റും ആൻഡ് ഗെയിമിൽ നല്ലപോലെ കളിക്കുന്നവരായിരുന്നു. ഡിഫൻസീവ്ലി ഹി വാസ് ഗുഡ്. ഇന്നലെ ശരിക്കും പുള്ളി റൈറ്റ് ഹാൻഡ് സൈഡിലും യമാൽ നമ്പർ 10 റോളുമാണ് കളിച്ചത്. സോ യമാൽ ഇന്നലെ സെൻട്രലി ഓപ്പറേറ്റ് ചെയ്തത്. യമാൽ ആൻഡ് പെഡ്രി പ്ലേയിങ് ക്ലോസർ ടു ഈച്ച് അതർ.
മേ ബി ഒരു ചീറ്റ് കോഡ് ആവാൻ സാധ്യതയുണ്ട്. ഇനിയുള്ള മാച്ചുകൾ ഇങ്ങനെ സ്ഥിരം കാണുമെന്നല്ല പറയുന്നത്, ബട്ട് ട്രൈ ചെയ്യുന്നതിൽ തെറ്റില്ല. ഇന്നലെ യമാൽ സെൻട്രലിൽ വന്നപ്പോൾ പെഡ്രിക്ക് കൂടുതൽ സ്പേസ് കിട്ടുന്നുണ്ടായിരുന്നു. പെഡ്രിയിലോട്ട് ഫോക്കസ് പോകുമ്പോഴേക്ക് യമാലിന് സ്പേസ് കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ യമാൽ ഇന്നലെ 24 ഗ്രൗണ്ട് ഡ്യൂവൽസിൽ 12 വിൻ ചെയ്തു. 50-50 ബട്ട് യമാൽ ഇന്നലെ എല്ലാം അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓഫ് ദ ബോൾ നല്ലപോലെ വർക്ക് ലോഡ് എടുക്കുന്നുണ്ടായിരുന്നു. ആ ഒരു പെനൽറ്റി ഗോളും വന്നു, അതിലോട്ട് ഞാൻ വരാം. ബട്ട് ആ ഒരു നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു ലമീൻ യമാലിൽ, ഒന്നും പറയാനായിട്ടില്ല. ആൻഡ് ഫെറാൻ ടോറസിൻ്റെ ഹാട്രിക് വരുന്ന സിനാരിയോ കണ്ടു. പ്രോബബ്ലി പെഡ്രി അന്യായ പാസുകൾ കൊടുത്തിട്ടുണ്ട് ഔട്ട് ഓഫ് നോ വെയർ. അതൊക്കെ കൊണ്ട് ഷാർക്ക് മിസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നലത്തെ മാച്ചിൽ ഒരു സിമ്പിൾ പെഡ്രിയുടെ പാസ് അവിടുന്ന് ഒരു ഷോട്ട് എടുക്കുന്നത് ശരിക്കും ലക്കുണ്ടായിരുന്നു. ഡിഫ്ലക്റ്റ് ആക്കിയായിരുന്നു. ഫെറാൻ ടോറസ് ഹാട്രിക് കംപ്ലീറ്റ് ചെയ്യുന്നു. ബാർസലോണ 4-1 ആക്കുകയാണ് ഹാഫ് ടൈമിന് മുമ്പ് തന്നെ, കംഫർട്ടബിൾ എന്നുള്ളൊരു സിനാരിയോ. സോ ഇനിയുള്ള മാച്ചുകളിൽ MLS നമ്പർ 10 റോൾ നമ്മൾ കാണുമോ അറിയത്തില്ല, എടുത്ത് ഓർക്കേണ്ട കാര്യമാണ്. ആൻഡ് സെക്കൻഡ് ഹാഫിൽ ബാൾഡയ്ക്ക് വീണ്ടും ചെറിയൊരു ഇഷ്യൂ ഹാഫ് ടൈമിൽ വന്നായിരുന്നു. സോ ക്രിസ്ത്യൻസിനെ സെൻറ്റർ ബാക്ക് ആക്കുകയും ജെറാഡ് മാർട്ടിനെ ലെഫ്റ്റ് ബാക്ക് ആക്കുകയും ചെയ്തു. സോ പിന്നീട് നമ്മളെ ഗെയിമിൻ്റെ ഷേപ്പ് കുറച്ച് പോകുന്നതാണ് കണ്ടത്. പക്ഷേ എന്നാലും നമ്മൾ എങ്ങനെയൊക്കെയോ ഗെയിം കുഴപ്പമില്ലാത്ത രീതി പെഡ്രിയൊക്കെ പിച്ചിലുണ്ടായിരുന്നല്ലോ, കൺട്രോൾ ചെയ്ത് തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് റാഷ്ഫോർഡിന് നല്ല ചാൻസുകൾ ഉണ്ടായിരുന്നു. ഫെറാന് വീണ്ടും ചാൻസുകൾ കിട്ടിയിരുന്നു. ഇതിനിടയ്ക്ക് ഫെർമിൻ ലോപ്പസ് പിച്ചിൽ ഇറങ്ങിയിരുന്നു. ഫെർമിൻ ലോപ്പസ് നമുക്കറിയാം ഇഞ്ചറിക്ക് ശേഷം വരുവാണ്, അതിൻ്റേതായിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ഫെർമിൻ ഇഞ്ചറിക്ക് മുമ്പ് കണ്ടാണ് നമ്മുടെ ടീമിൻ്റെ വൈറ്റൽ പ്ലെയർ ആയിരുന്നു. പക്ഷേ ഇന്നലത്തെ മാച്ചിൽ ഫെർമിൻ കുറച്ച് സെൽഫിഷ് ആയിരുന്നു. പുള്ളിയുടെ ഡിസിഷൻ മേക്കിംഗ് മോശമായിരുന്നു. ടീംമേറ്റ്സ് കുറച്ച് ഫ്രസ്ട്രേഷൻ ഒക്കെ ആയിരുന്നു പുള്ളിയുടെ ഡിസിഷൻ മേക്കിങ്ങിൽ. പക്ഷേ രാപ്പൻസ് നമുക്ക് ഇനിയും ആൾ സെറ്റായി ഒന്ന് വരട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ബെർണാൽ പിച്ച് വന്നു. സെക്കൻഡ് ഹാഫ് പതുക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടീമിലോട്ട്. ആൻഡ് 4-1 നിൽക്കുന്ന സമയത്താണ് ആ ഒരു പെനൽറ്റി വരുന്ന ഒരു സിനാരിയോ ഉണ്ട് മാർക്ക് ബാത്രയുടെ. അത് റാഷ്ഫോർഡ് ഷോട്ട് എടുക്കുന്നത് ബാർട്ട കൈ പൊക്കിക്കൊണ്ട് ഡിഫെൻഡ് ചെയ്യാൻ ചേരുന്നു. പക്ഷേ അത് മുട്ടിലിടിച്ചിട്ട് നേരെ കയ്യിലോട്ട് ഡിഫ്ലക്റ്റഡ് ആവുകയാണ്. സോ ഇപ്പോൾ നമുക്കറിയാം പുതിയ റൂളുണ്ട്, കയ്യിൽ ഇപ്പം ദേഹത്ത് ഡിഫ്ലക്റ്റഡ് ആയി ആംസിൽ ഇടിക്കുവാണെങ്കിൽ പെനൽറ്റി കൊടുക്കത്തില്ല എന്നുള്ളൊരു സിനാരിയോ. പക്ഷേ അത് പിന്നീട് കേട്ടത് ഇപ്പോൾ ഇതിന് ഇങ്ങനത്തെ 2-3 സിനാരിയോസിൽ ഇത് കൊടുത്തും കണ്ടിട്ടുണ്ട്. ആൾ ആ ഡിഫെൻഡ് ചെയ്യാൻ ചെല്ലുമ്പോൾ തന്നെ അവിടെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. കൈ അൺനാച്ചുറൽ പൊസിഷനിൽ വെച്ചോണ്ടാണ് ഡിഫെൻഡ് ചെയ്യാൻ ചെല്ലുന്നത്. കൂടാതെ മേ ബി അവിടെ ആ കയ്യിലിടിച്ചില്ലായിരുന്നെങ്കിൽ റാഷ്ഫോർഡിൻ്റെ കൺട്രോളിലാവുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യനും അവിടെ ഉണ്ട്. വീണ്ടും ഒരു ഷോട്ട് എടുക്കാനൊരു അവസരം ഉണ്ടാവും, ഒരു ക്യൂ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. സോ അതൊക്കെ വെച്ചുകൊണ്ടാണ് കൊടുത്തതെന്ന് തോന്നുന്നു. ആ കാര്യത്തിൽ ഇപ്പോഴും ഒരു ഒഫീഷ്യൽ റിപ്പോർട്ട് വരാനായിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു. പക്ഷേ അതൊരു ഗെയിം ചേഞ്ചിങ് മൊമെൻറ്റ് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. രാപ്പൻ ബാർസലോണ അവിടെ പെനൽറ്റി യമാൽ കൺവേർട്ട് ചെയ്യുന്നു. പിന്നീട് 5-1 ആക്കുന്നു. പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ജെറാഡ് മാർട്ടിനെയൊക്കെ പിച്ചിൽ നിന്ന് മാറ്റുന്നൊരു സിനാരിയോ വന്നു. നമ്മൾ ജോഫ്രെ ടൊറൻറ്റോനെ ഇറക്കുന്ന വന്നു. പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റ്സിൽ പെഡ്രീനെ പിച്ചിൽ നിന്ന് മാറ്റിയപ്പോഴും മറ്റുമൊക്കെ നമ്മുടെ ഗെയിമിൻ്റെ കൺട്രോൾ പോകുന്നതുകൊണ്ട് പതുക്കെ ബെറ്റിസ് ഗെയിമിലോട്ട് വന്നു. നമുക്കറിയാം ബെറ്റിസ് നല്ല ടീമാണ്, ലലീഗയിൽ 5ാം സ്പോട്ടിലുള്ള സൈഡുമാണ്, അവരുടെ ഹോം മാച്ചുമാണ്. പക്ഷേ നമ്മൾ ജൂൾസ് കുണ്ടെ ഇപ്പോൾ ഫസ്റ്റ് ഗോളിലും ആളുടെ ഓഫ്സൈഡ് ട്രാപ്പ് ആൾ മോശമായിരുന്നു. ആൻഡ് സെക്കൻഡ് ഗോൾ നമ്മൾ കാണുന്നത് ഒരു പെനൽറ്റി ആൾ കൺസിഡർ ചെയ്യുന്ന ഒരു സിനാരിയോ കണ്ടു. 3ാമത്തെ ഗോൾ അതിന് മുമ്പ് ഒരു കോർണർ കിക്കിലൂടെ ഈക്വലൈസ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ കണ്ടിരുന്നു. പക്ഷേ അതൊക്കെ ഭയങ്കര മോശം ഡിഫെൻഡിങ് ആയിരുന്നു. എസ്പെഷ്യലി കുബാർസിയൊക്കെ വളരെ മോശമായിട്ടാണ് അവിടെ ഡിഫെൻഡ് ചെയ്തത്. അതിൻ്റെ എടുത്ത് പറയേണ്ട കാര്യം 3ാമത്തെ പെനൽറ്റി സില്ലി പെനൽറ്റിയാണ് കൺസിഡർ ചെയ്തത്. ആബ്ഡയ്ക്ക് അഗേൻസ്റ്റ് അനാവശ്യമായിട്ടുള്ളൊരു പെനൽറ്റിയാണ് ജൂൾസ് കുണ്ടെ കൺസിഡർ ചെയ്തത്. ജൂൾസ് കുണ്ടെ ലാസ്റ്റ് മാച്ചിൽ ലുക്ക് ഗുഡ്, പക്ഷേ ഇതാണ് ജൂൾസ് കുണ്ടെ ഭയങ്കര ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് തോന്നുന്നതാണ്. അത് വറിയിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലെറ്റ്സ് സീ. എറിക് ഗാർഷ്യ അഗെയിൻ പ്ലേഡ് വെൽ. അടിപൊളിയായിട്ട് തന്നെ എറിക് ഗാർഷ്യ പിച്ചിലുണ്ടായി നല്ലപോലെ കളിച്ചു. സോ ഓവറോൾ ഹാപ്പി വിത്ത് ദ വിൻ. ഇപ്പം ഹാൻസി ഫ്ലിക്കിനോടും പോസ്റ്റ് മാച്ച് ചോദിച്ചപ്പോഴേക്കും ഹാപ്പി വിത്ത് ദ വിൻ. നമ്മൾ കൺസിഡർ ചെയ്ത ഗോളുകളെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ലെന്നാണ് പുള്ളി പറഞ്ഞത്. ടു ആൻ എക്സ്റ്റെൻറ്റ് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ലാസ്റ്റ് ക്രിസ്ത്യൻസൺ, ജോഫ്രെ ടോറൻ്റെ, ക്രിസ്ത്യൻസൺ വാസ് പ്ലേയിങ് ആസ് ലെഫ്റ്റ് സൈഡ് CB, ഹി വാസ് ഓൾസോ സ്ട്രഗ്ലിംഗ് ദർ. ജോഫ്രെ ടോറൻ്റെ എന്ന് പറയുന്നത് യങ്സ്റ്ററിനെ ഇറക്കി. പക്ഷേ പുള്ളി അധികം എക്സ്പോസ്ഡ് ആയില്ല. എനിക്ക് ജൂൾസ് കൊണ്ട് എക്സ്പോസ്ഡ് ആവുന്നതാണ് എന്നെ ഫുള്ള് അറിയുന്ന ഒരു കാര്യം. പിച്ചിൽ മിഡ്ഫീൽഡ് ബെർണാലും മറ്റുമൊക്കെ ആയിരുന്നു. സോ അതിൻ്റെ ഇടയ്ക്ക് റാഷ്ഫോർഡൊക്കെ ഒരു 1-on-1 സിറ്റുവേഷൻ, സിറ്റർ മിസ്സുകൾ നമ്മൾ ഒത്തിരി നടത്തി. സ്റ്റാറ്റിസ്റ്റിക്കലി ഓൾമോസ്റ്റ് ഈവനായിട്ട് നമുക്ക് തോന്നുന്നു. സിറ്റർ മിസ്സുകളൊക്കെ ശരിക്കും റാഷ്ഫോർഡ് നടത്തുന്ന ഒരു മാച്ച് തന്നെയായിരുന്നു. സോ ഇവൻച്വലി എത്തേണ്ട ഒരു 5-3 വിൻ. നമ്മൾ ടേബിൾ ടോപ്പേഴ്സായിട്ട് നിൽക്കുവാണ്. അവിടുന്ന് നമ്മൾ നേരെ ലലീഗയിൽ ഒരു മാച്ചോടെ ടച്ച് ചെയ്യാനായിട്ടാണ് ഇന്നലെ റയൽ അത്ലറ്റിക് ക്ലബ് ബിൽബാവോയോട് തോറ്റു 1-0. ബെറങ്കിയർ അടിച്ച 85ാം മിനിറ്റ് ഗോളിലാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് തോക്കുന്നത് സാൻ മെംസിൽ ചെന്നിട്ട്. അനദർ ഡിസപ്പോയിൻറ്റിംഗ് പെർഫോമൻസ് തന്നെയായിരിക്കും അത്ലറ്റിക്കോയുടെ ഭാഗത്തുനിന്ന് വിത്തൗട്ട് എഡോ. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ലൈനപ്പൊക്കെ കാണാം. ആൻഡ് മറ്റൊരു മാച്ചിൽ VRAയിൽ ഗെറ്റാഫേനെ 2-0 തോപ്പിച്ചു. ഇപ്പോൾ നിങ്ങൾ പോയിന്റ്സ് ടേബിൾ നോക്കുവാണെങ്കിൽ ബാർസ 40 പോയിൻറ്റുമായിട്ട് ഫസ്റ്റാണ്. സെക്കൻഡ് സ്പോട്ടിൽ റയലുണ്ട്. ഇന്ന് ജയിക്കുവാണെങ്കിൽ റയലിന് അത് 1 പോയിൻ്റായി ചുരുക്കാൻ പറ്റും. ബട്ട് VRAയിൽ 35 പോയിൻ്റ് ആയിട്ടുണ്ട്, അത്ലറ്റിക്കോയ്ക്ക് 31. ആൻഡ് രസകരമായ കാര്യം VRAയിൽ ഒരു മാച്ച് എക്സ്ട്രാ കുറവാണ് കളിച്ചിരിക്കുന്നത്, മിഡ് വീക്ക് കളിച്ചിട്ടില്ല. സോ അവർക്ക് ആ ഗെയിം ഇൻ ഹാൻഡ് ജയിക്കുവാണെങ്കിൽ ബാർസയായിട്ടുള്ള പോയിന്റ്സ് ഗ്യാപ്പ് 2, റയൽ ഇന്ന് ജയിക്കുവാണെങ്കിൽ റയലുമായിട്ടുള്ള പോയിന്റ്സ് ഗ്യാപ്പ് 1 ആക്കാം. ആ ഗെയിം ഇൻ ഹാൻഡ് ജയിക്കുവാണെങ്കിൽ അത്ലറ്റിക്കുമായിട്ടുള്ള പോയിന്റ്സ് ഗ്യാപ്പ് 4 എന്നുള്ളത് 7 ആക്കാം. സോ ലെറ്റ്സ് പോയിന്റ് ഗെയിം ഇൻ ഹാൻഡ് ആണ്, പോയിന്റ്സ് ഇൻ ഹാൻഡ് അല്ല. സോ ഡിഫറൻസ് ഉണ്ട്, നമ്മൾ നോക്കേണ്ട കാര്യമുണ്ട്.
സോ ലെറ്റ്സ് സീ ആ മാച്ചിലോട്ട് നോക്കാം. VRL നല്ലപോലെ തന്നെ പോകുന്നുണ്ട്. അവിടെ നമ്മൾ പ്രീമിയർ ലീഗിലോട്ട് കിടക്കുകയാണ്. സോ പ്രീമിയർ ലീഗിലോട്ട് കിടക്കുമ്പോഴേക്കും ഈ മാച്ചിൽ നിന്ന് തന്നെ തുടങ്ങണം. ലിവർപൂൾ ഇന്നലെ 3-3 സമനില ലീഡ്സിനോട് എവേ ഫിക്സറിൽ ചെന്ന് വാങ്ങിക്കുന്ന ഒരു സിനാരിയോ നമ്മൾ കണ്ടു. ആൻഡ് ഈ മാച്ച് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയത് പോസ്റ്റ് മാച്ചുള്ള മുഹമ്മദ് സലയുടെ കമൻസിലാണ്. സോ ഞാനൊരു കാര്യം പറയാണ്, ഇവിടെ സലയ്ക്കും സ്ലോട്ടിനും രണ്ടുപേർക്കും ബ്ലെയിം ചെല്ലേണ്ട ഒരു ആവശ്യമുണ്ട്. സല ഇന്നലെ അൺയൂസ്ഡ് സബ്ബായിരുന്നു. ഓക്കെ, അൺയൂസ്ഡ് ആയിട്ടുള്ള സബ്. സോ സലയോട് പോസ്റ്റ് മാച്ച് ചോദിച്ചതിൽ ആൾ കുറച്ച് കാര്യങ്ങൾ വരും. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഐ ഹാഡ് എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ദ മാനേജർ. ഓൾ ഓഫ് എ സഡൻ വി ഡോണ്ട് ഹാവ് എനി റിലേഷൻഷിപ്പ്. ഐ ഡോണ്ട് നോ വൈ ഇറ്റ് സീംസ് ടു മീ ദാറ്റ് someone doesn't want me in the club. We will see what happens. In my head I will enjoy the game even when I don't play. We will see what will happen. It's at Anfield. Say goodbye to the fans. Go to AFCON because I don't know what will happen when I am there anyway. സോ ആൾ പോസ്റ്റ് മാച്ച് വന്നിട്ട് റിലേഷൻഷിപ്പ് ക്ലബ്ബുമായിട്ട് ബ്രേക്ക് ചെയ്തു. അങ്ങനെയാണ്, മിനിറ്റ്സ് കിട്ടുന്നില്ല, അത് ചെയ്യുന്നില്ല. മേ ബി ബ്രൈറ്റൺ അഗേൻസ്റ്റ് ആൻഫീൽഡ് വരുന്ന മാച്ച് തന്നെ ലാസ്റ്റ് മാച്ച് ആയിരിക്കാം ഫോർ ലിവർപൂൾ എന്നുള്ള രീതിയിലൊക്കെ ഹിൻസ് ഒക്കെ കൊടുത്തു. അർണെ സ്ലോട്ടിനോട് പോസ്റ്റ് മാച്ച് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് സലേനെ താൻ ഇറക്കാനത് ആ സമയത്ത് തങ്ങൾക്കൊരു ഗോൾ അല്ലായിരുന്നു വേണ്ടത്, ലീഡ് പ്രൊട്ടക്ട് ചെയ്യായിരുന്നു വേണ്ടത്. അതുകൊണ്ടാണ് എൻഡോനെ പിച്ചിൽ ഇറക്കിയെന്നാണ് പറയുന്നത്. സോ ഇന്നലത്തെ മാച്ചിൽ ഇറക്കിയ ലൈനപ്പ് നിങ്ങൾക്ക് കാണാം. കോഡി ഗാക്പോ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് കിയേസ വാസ് ആൻ അൺയൂസ്ഡ് സബ് അഗെയിൻ. കോഡി ഗാക്പോ ഇന്നലെ ഞാനൊരു കാര്യം പറയാം, പിച്ചിൽ വീണ്ടും ഡിസപ്പോയിൻറ്റ് ചെയ്തൊരു പ്ലെയർ തന്നെയാണ്. ഇന്നലെ 2 ഷോട്ടൊക്കെ ആൾ എടുത്തോണ്ട് ടാർഗറ്റ്, പക്ഷേ അത് എടുക്കേണ്ട ഷോട്ടുകൾ, ടാർഗറ്റിൽ എത്തിക്കേണ്ട ഷോട്ടുകളായിരുന്നു. മേ ബി അതിൽ ഒരെണ്ണമെങ്കിലും പുള്ളി കൺവേർട്ട് ചെയ്യായിരുന്നു. ആൻഡ് ഇന്നലത്തെ മാച്ചിൽ ഹി വാസ് ബാഡ്. ഇന്നലെ ആൾ 6 ക്രോസ് അറ്റംപ്റ്റ് ചെയ്തതിൽ ഒരെണ്ണം മാത്രമാണ് സക്സസ്ഫുൾ ആയത്. ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു. സബോസ് ലൈനെ റൈറ്റിൽ ഇറക്കി, സെൻറ്റർ ഫോർവേഡായിട്ട് എക്കിറ്റിക്ക് ഇറക്കി. സോ എക്കിറ്റിക്ക് റൈറ്റ് നൗ റീസൺ ഫോർ വിച്ച് ഹി ഷുഡ് സ്റ്റാർട്ട് ഓൾ മാച്ചസ് ഫോർ ലിവർപൂൾ. കാരണം ഇന്നലെ എക്കിറ്റിക്കയുടെ ഡബിൾ ആണ് ഗെയിം ചേഞ്ചർ ആയത്. ഫസ്റ്റ് ഹാഫിൽ ലീഡ്സ് വെയർ ക്രിയേറ്റിംഗ് ചാൻസസ്. ലീഡ്സ് വെയർ റിയലി എന്ന് പറഞ്ഞാൽ സിറ്റർ ചാൻസുകൾ നല്ല, ബട്ട് ദേ വെയർ ക്രിയേറ്റിംഗ് ചാൻസസ്. നോക്കിയെന്നുണ്ടായിരുന്നു. വാൻഡേക്ക് ഇന്നലെ കുഴപ്പമില്ലാത്ത രീതിയിലൊരു പെർഫോമൻസ് ആയിരുന്നു ഫസ്റ്റ് ഹാഫൊക്കെ, എസ്പെഷ്യലി ഡിഫെൻസീവ്ലി കൊടുത്തത്. ആൻഡ് ഇന്നലെ കേർട്ടിസ് ജോൺസനാണ് മിഡ്ഫീൽഡ് ചാർജ് ചെയ്തത്, മക്കലിസ്റ്ററിനെ ബെഞ്ച് ചെയ്യായിരുന്നു. ആൻഡ് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോഴേക്കുമാണ് ആ ഗോളുകൾ വരുന്ന സിനാരിയോ നമ്മൾ കാണുന്നത്. ഫസ്റ്റ് ഗോള് എക്കിറ്റിക്കയിലൂടെ, അതൊരു ലീഡ്സ് യുണൈറ്റഡിൻ്റെ കാലിൽ കിടന്ന ഗോൾ, ഒരു മിസ് പാസ് ആയ ഒരു സിനാരിയോയിൽ നിന്ന് ബാക്കിലോട്ട് കൊടുത്തത്, അവിടെ നിന്നാണ് പോയി ലീഡ് എടുക്കുന്നത്. ആൻഡ് സെക്കൻഡ് ഗോൾ വരുന്നത് നല്ലൊരു ഗോൾ തന്നെയായിരുന്നു. എസ്പെഷ്യലി അവിടെ ഒരു പെനൽറ്റി ഷൗട്ട് ഉണ്ടായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു സീക്വൻസിൽ നിന്ന് തന്നെ പോയാണ് ഒരു ഗോൾ വരുന്നത്. കോഡി ബ്രാഡ്ലിയുടെ ക്രോസ് ബോക്സിലോട്ട് വരുന്നു. അവിടുന്ന് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ വന്ന് ഫിനിഷ് ചെയ്യുവാണ് ഹ്യൂഗോ എക്കിറ്റിക്ക. നല്ലൊരു ഫിനിഷ് തന്നെയായിരുന്നു. പിന്നീട് 2 സില്ലി ഗോൾസ് കൺസീഡ് ചെയ്യുമായിരുന്നു ലിവർപൂൾ. ഇതിലെ ലിവർപൂളിലെ സെറ്റ് പീസ് കോച്ച് ആരാണേലും പുള്ളീനെ ശരിക്കും ഒന്ന് ആർണെ സ്ലോട്ടിനെ സാക്ക് ചെയ്യുന്നതിന് മുമ്പ് പുള്ളീനെ മാറ്റേണ്ട ആവശ്യമുണ്ട്. കാരണം റീസെൻ്റ്ലി ഡ്രെഡ്ഫുൾ സെറ്റ് പീസ് ഡിഫെൻഡിങ് ആണ്. അതിലോട്ട് വരുന്നതിന് മുമ്പ് ലീഡ്സ് യുണൈറ്റഡിൻ്റെ ആ ഒരു പെനൽറ്റി, കൊണാട്ടെ എന്താണ് അവിടെ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയത്തില്ല. സില്ലി പെനൽറ്റി ടു കൺസീഡ്. അവിടെ ബോളെ ലക്ഷ്യം വെച്ചല്ല ആളെ പോകുന്നത്. കൊണാട്ടെ എന്താണ് കാണിക്കുന്നത്? കൊണാട്ടേനെ ശരിക്കും വേറൊരു സെൻറ്റർ ബാക്ക് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് കൊണാട്ടെ ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ലിവർപൂൾ പേയിങ് ദ പ്രൈസ് ആ സെൻറ്റർ ബാക്ക് ഡ്യൂവൽ എടുത്ത റിസ്കിൽ. കാരണം ഇവർ തമ്മിൽ ഒരു ഭയങ്കര മോശം പെർഫോമൻസ് കൊണ്ടാണ്. ആ ഒരു പെനൽറ്റി കാൽവിറ്റ് ലൂയിൻ കൺവേർട്ട് ചെയ്യുന്നു. അടുപ്പിച്ച് 3 മാച്ചുകളായിട്ട് കാൽവിറ്റ് ലൂയിൻ സ്കോർ ചെയ്യാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് അത് നടക്കുന്നത്. ആൻഡ് കാൽവിറ്റ് ലൂയിനിലൂടെ ലീഡ് എടുക്കുന്നു. പിന്നീട് ആ രണ്ടാമത്തെ ഗോൾ, ഈക്വലൈസിങ് ഗോൾ, അതും കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം. അതും അവിടെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സ്റ്റാച്ചു എന്താണ്, ആ പ്ലെയറിൻ്റെ പേര് ഞാൻ വിട്ടു. പുള്ളി അവിടെ ആ ബോക്സിൽ നിൽക്കുമ്പം അവിടെ ഒറ്റ പ്ലെയറാണ് ആ ബോക്സിൽ ആ ഒരു സീക്വൻസിലുള്ളത്. അവിടെ കൊണാട്ടെ നോ മാൻസ് ലാൻഡിൽ നിൽക്കുവാണ്. അപ്പോൾ ഒരേ ഒരു ലീസ് പ്ലെയറാണ് ആ ബോക്സിലുള്ളത്. അതൊരു ട്രാൻസിഷനോ മറ്റോ ഒന്നല്ലായിരുന്നു, ഒരു ബിൽഡപ്പിലൂടെ വന്ന സിനാരിയോ ആണ്. അനദർ പോർ പീസ് ഓഫ് ഡിഫെൻഡിങ് ഫ്രം കൊണാട്ടെ. അവിടെ 2 ആക്കുകയാണ്. പിന്നീട് ഓക്കെ കളി മുന്നോട്ട് പോകുന്ന ഒരു സീക്വൻസ് വരുന്നു. നൈസ് മൂവ് നമ്മൾ കണ്ടു. ഗ്രഹംബർഗിൻ്റെ പാസ് അവിടെ ലീവ് ചെയ്യുകയാണ് മക്കലിസ്റ്റർ. നേരെ സബോസലയിലോട്ട് ചെല്ലുന്ന സബോസലയുടെ നല്ലൊരു ഫിനിഷ്. 3-2. ഓക്കെ, ഹോൾഡ് ഓൺ ടു ഇറ്റ്. കളി മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ ലാസ്റ്റ് കിക്ക് ഓഫ് ദ ഗെയിമിൽ ഒരു കോർണർ കിക്ക് കിട്ടുകയാണ് ലീഡ്സിന്. അവിടെ കോർണർ വരുമ്പോഴേക്കും അവിടെ ഗ്രൗംബർഗിന് അത് ക്ലിയർ ചെയ്യായിരുന്നു. ഓക്കെ, കാൽവിറ്റ് ലൂയിൻ അവിടെ വരുമ്പോൾ ആൾ അറയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും അവിടെ ഗ്രൗംബർഗിൻ്റെ കയ്യിലിടിച്ച്, മേ ബി അതൊരു പെനൽറ്റി കിട്ടിയാണ് ചിലപ്പോൾ, അത് ഗോളായിട്ട് കൺവേർട്ട് ചെയ്തില്ലായിരുന്നു. കാരണം കാൽവിറ്റ് ലൂയിൻ്റെ ഗ്രഹംബർഗിൻ്റെ കയ്യിലിടിച്ച് അത് ടനാക്കയുടെ കാലിലോട്ട് ഇരുന്നു. ആൻഡ് ടനാക്ക അത് ഫിനിഷ് ചെയ്യണം. അവിടെ ഗ്രഹംബർഗിന് അത് ക്ലിയർ ചെയ്യാനായിട്ട് നല്ല അവസരങ്ങളുണ്ടായിരുന്നു. ആൻഡ് ഈ സീസണിൽ ഇപ്പം ഗോയിങ് ഫോർവേഡ് ഗ്രഹംബർഗ് നല്ല പ്ലെയറാണ്, ബട്ട് ഈസ് ഹി യുവർ സിംഗിൾ പ്യുവർ ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഗ്രഹംബർഗ് നാച്ചുറൽ DMF അല്ല. അത് റീസെൻറ്റ് മാച്ചുകളിൽ നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സോ ലിവർപൂൾ ജാനുവരിയിൽ ഒരു DMF സൈനിങ് മസ്റ്റാണ്. സിംഗിൾ പ്യുവർ റോള് ഗ്രഹംബർഗ് ഹാൻഡിൽ ചെയ്യുന്നതിന് നല്ല ഇഷ്യൂ ഉണ്ട്. കൂടാതെ സെൻറ്റർ ബാക്കിൽ ജാനുവരിയിൽ ഒരു അഡീഷൻ മസ്റ്റാണ്. കൊണാട്ടേനെ വെച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഒട്ടും പറ്റത്തില്ല. ഞാൻ പോയിന്റ്സ് ടേബിൾ ലാസ്റ്റ് പറയാം. ബട്ട് ഈ ഒരു മാച്ചിൽ കിയേസ വാസ് അൺയൂസ്.
കിയസ എനിക്കറിയത്തില്ല, കിയസയ്ക്ക് ഒരു 20 മിനിറ്റ് പിച്ച് കളിക്കാനുള്ള ഫിറ്റ്നസ് ഇല്ലേ എന്ന് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ 2-0 ലീഡാണ്, 2-2 ആക്കി, ഓക്കെ 3-2 വരുന്ന സിനാരിയോ നമ്മൾ കണ്ടു. ഇവരെല്ലാം ലീഡ് പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ബട്ട് ഞാൻ ഇപ്പോഴും പറയുകയാണ്, ഡിഫെൻസീവ്ലി കിയസ്, ഒഫൻസീവ്ലി മാത്രമല്ല ഡിഫെൻസീവ്ലി കിയസ് ഈസ് ബെറ്റർ ദാൻ മെനി പ്ലേയേഴ്സ് ആ പിച്ചിൽ. കാരണം ആ പിച്ചിൽ ചില സമയത്ത് യൂസ് ചെയ്യുന്ന പ്ലേയേഴ്സിനേക്കാളും ധാരാളം മിനിറ്റ്സ് ഡിസർവ് ചെയ്യുന്നുണ്ട് കിയസ്. അത് പറയാതിരിക്കാൻ വയ്യ, അത് എടുത്തു പറയേണ്ട കാര്യമാണ്. കൂടാതെ കൊടി ഗ്യാക്പൊക്കെ എത്ര നേരം പിച്ച് നിൽക്കുന്നതും ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. എന്തായാലും ലിവർപൂൾ 2 പോയിൻറ്റ്സ് കൊണ്ട് ലാസ്റ്റ് ഡ്രോപ്പ് ചെയ്തു. അവിടെ നമ്മൾ മറ്റൊരു മാച്ചിലോട്ട് പോകാനായിട്ടാണെങ്കിൽ വില്ല പാർക്കിൽ ആർസണൽ തങ്ങളുടെ ലീഗ് ടൈറ്റിൽ കൊണ്ടുപോയി കളഞ്ഞോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടി വരും. കാരണം ലീഗ് ടൈറ്റിൽ അടിക്കാനായിട്ട് ഫേവറേറ്റ് ആർസണൽ ആയിരുന്നല്ലോ ഈ സീസൺ, ഇപ്പോൾ ഈ ഒരു പോക്കും വെച്ചു. പക്ഷേ ഇന്നലെ ബുണ്ടിയ ഇതുപോലെ തന്നെ ഈ ഒരു ലിവർപൂൾ മാച്ചിൻ്റെ കാര്യം പറഞ്ഞ പോലെ ലാസ്റ്റ് കിക്ക് ഓഫ് ദ ഗെയിമിൽ ഗോള് കൺവേർട്ട് ചെയ്തുകൊണ്ട് 2-1 വിജയം നേടിക്കൊണ്ട് ആസ്റ്റൺ വില്ല പോയിരിക്കുകയാണ്. ആൻഡ് വില്ല ലാസ്റ്റ് 7 മാച്ചുകളായിട്ട് വിന്നിങ് റണ്ണിലാണ്. ബ്രൈറ്റൻ്റെ ഹോമിലൊക്കെ 2-0 പുറകിൽ പോയതിനു ശേഷം 4-3 ഒരു കമ്പാക്ക് ഒക്കെ നടത്തി ഒരു വിന്നിങ് റണ്ണിലാണ് ആസ്റ്റൺ വില്ല. നമ്മൾ ഉനയമറിക്ക് മാർക്ക് കൊടുത്തേ പറ്റൂ. കാരണം ആർട്ടേറ്റയുടെ മറ്റൊരു ക്രിപ്റ്റോനൈറ്റാണ് ആർട്ടേറ്റ. എനിക്ക് തോന്നുന്നു പെപ്പ് ഗോർഡിയോള കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ 7 തവണ പെപ്പിനോട് തോറ്റിട്ടുണ്ട്, 6 തവണ ഉനയമറിയോട് തോറ്റു. സോ ഏറ്റവും കൂടുതൽ തോറ്റിരിക്കുന്ന മാനേജർ ഉനയമറിയാണ്. ആൻഡ് ഉനയമറി ഈ സീസണിലെ ആ ഒരു മോശം സ്റ്റാർട്ട് പല പ്ലേയേഴ്സിന് ആ ക്ലബ്ബ് വിട്ട് പോകണമായിരുന്നു, ക്ലബ്ബ് നിൽക്കുന്നില്ല എന്നൊക്കെ ഒരു ഡിസിഷൻ എടുത്തെടുത്തു നിന്ന് പല പ്ലേയേഴ്സും ഫോഴ്സ് ചെയ്ത് അവിടെ നിൽക്കേണ്ട സിനാരിയോ വന്നു. എന്നിട്ടും ദേ ആർ ഇൻ ദ ടോപ്പ് 4 റേസ് ബ്രോ. ടെക്നിക്കലി ദേ ആർ ഇൻ തേർഡ് സ്പോട്ടിലാണ്. സെക്കൻഡ് നിൽക്കുന്ന മാൻ സിറ്റി ആയിട്ട് ഒരേ ഒരു പോയിന്റ് ഗ്യാപ്പും ഫസ്റ്റ് നിൽക്കുന്ന ആസ്റ്റൺ വില്ലയായിട്ട് 3 പോയിന്റ് ഗ്യാപ്പേ ഉള്ളൂ. സോ അതിലോട്ട് നമുക്ക് ലാസ്റ്റ് ഒന്ന് പോയിന്റ്സ് ടേബിൾ പറയുമ്പം പറയാം. ബട്ട് ഹാറ്റ്സ് ഓഫ് ടു ഉനയമറി, ഒന്നും പറയാനായിട്ടില്ല. ഇന്നലത്തെ മാച്ചിൽ ശരിക്കും സ്റ്റാറ്റിസ്റ്റിക്കലി ഓൾസോ കൂടുതൽ XG ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആസ്റ്റൺ വില്ലയാണ്. ശരിയാണ്, കുറേ ഇഞ്ചറീസ് നേരിടുന്നുണ്ട്. ഇന്നലെ ഇറക്കിയ ലൈനപ്പ് നിങ്ങൾക്ക് നോക്കാം. എനിക്കിതിൽ ഇന്നലെയും ഡെക്ലൻ റൈസ് ഫസ്റ്റ് ഓപ്പൺ വെച്ചു. ഇന്നലെ ഡെക്ലൻ റൈസും റയയുടെ നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇവർ രണ്ടുപേരും ഇല്ലായിരുന്നെങ്കിൽ കൂടുതൽ കൺസിഡർ ചെയ്തതാണ്. സോ ഞാൻ നോക്കിയിട്ട് എമി മാർട്ടിനസിൻ്റെ നല്ല 2-3 സേവുകളുണ്ടായിരുന്നു, ഇല്ലായിരുന്നതല്ല. സോറി സൗണ്ട് കേൾക്കുന്നതിൽ ഇവിടെ ഈ ഇലക്ഷൻ പ്രചാരണം കാരണം എല്ലാവരും വന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. രാവിലെ തൊട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ നോക്കിയിട്ട് നടക്കുന്നില്ല ഈ ഇലക്ഷൻ പ്രചാരണത്തിൻ്റെ ശല്യം കാരണം. ഇതിലോട്ട് കണ്ടിന്യൂ ചെയ്യുമ്പോഴേക്കും എമി മാർട്ടിനസിൻ്റെ ഭാഗത്തുനിന്നും 1-2 നല്ല സേവുകൾ മാറ്റി വന്നു. പക്ഷേ ഐ തിങ്ക് റയയാണ് ഇന്നലെ ക്രൂഷ്യലായിട്ടുള്ള 2-3 സേവുകൾ നടത്തി. അല്ലാതെങ്കിൽ ആർസണലിന് കൂടുതൽ പണി കിട്ടിയാണ്. ടിംബറിനെ വീണ്ടും CB കളിപ്പിച്ചു, മെറീനോ സ്റ്റാർട്ട് ചെയ്തു. അനദർ ക്വസ്റ്റ്യൻ എസ്എ ആണ്. എസ്എനെ ലെഫ്റ്റ് വിങ് ഫോർവേഡ് റോളാണ് കളിപ്പിച്ചത്. ആളെ ഹാഫ് ടൈം മാറ്റുകയും ചെയ്തു. ആൻഡ് എസ്എ നമുക്കറിയാം നമ്പർ 10 റോളിൽ ആ ഒരു ബാലൻസ് പക്കായിരുന്നു. ഇന്നലെ ഒടികാട് നല്ലപോലെ കളിച്ചു കേട്ടോ, കുഴപ്പമില്ലാതെ കളിയായിരുന്നു. പക്ഷേ ഐ തിങ്ക് എസ്എനെ അവിടുന്ന് മാറ്റുന്നു. ഒടികാട് വന്നത് എസ്എക്ക് തലവേദനയാവുന്നുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എസ്എ ലാസ്റ്റ് 2 മാച്ചസായിട്ട് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു. ആ ഒരു ബാലൻസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ. ആൻഡ് സുബിമെൻഡി ആൻഡ് റൈസ് ഇവർ രണ്ടുപേരും സ്ട്രെച്ച് ചെയ്യുന്നത് വറിയിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കോൺസ്റ്റൻ്റ്ലി 90 മിനിറ്റ്സ് മാച്ചുകളിൽ എല്ലാവരും കളിക്കുവാണ്. സോ ആർസണൽ അനന്തർ തലവേദനയാവാൻ സാധ്യതയുണ്ട് ഈ 2 പ്ലേയേഴ്സിൽ ആർക്കെങ്കിലും പണി കിട്ടിയ. അതിന് ഇന്നലെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ക്യാഷിലൂടെയാണ് ആസ്റ്റൺ വില്ല ലീഡെടുത്തത്. നല്ലൊരു ഫിനിഷ് തന്നെയായിരുന്നു അത്. അവിടുന്ന് ട്രൊസാഡ് സബ്ബായിട്ട് പിച്ചിലിറങ്ങി ട്രൊസാഡ് 86-ാം മിനിറ്റ് മാറ്റുകയും ചെയ്തു സെക്കൻഡ് ഹാഫ് ഇറങ്ങിയ ശേഷം. കാരണം ആൾ ചെറിയൊരു കാഫ് ഇഞ്ചറിയും വെച്ചാണ് കളിച്ചത്. ആൻഡ് ട്രൊസാഡിലൂടെ കിടിലനായിട്ട് ഈക്വലൈസ് ചെയ്യുന്ന ഒരു സിനാരിയോ നമ്മൾ കണ്ടു. ആർസണൽ 1-1 ആക്കി. പിന്നീട് ആർസണൽ കുറച്ച് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. ശരിക്കും സാക്കയുടെ ഇന്നലെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു റീസെൻറ്റ് ഗെയിംസ് വെച്ച് നോക്കുമ്പോഴേക്കും. സാക്ക ഇന്നലെ കൂടുതൽ ത്രെട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് എമിയുടെ നല്ല സേവുകൾ വന്നു. പക്ഷെ പിന്നീട് നമ്മൾ മാച്ചിൽ നോക്കാനായിട്ടാണെങ്കിൽ റയ പല മൊമെൻറ്റ്സിലും ആസ്റ്റൺ വില്ലേനെ ഗെയിമിൽ കീപ്പ് ചെയ്യുക. ഇന്നലെ ഒനാന ഹാഡ് എ ബാഡ് ഗെയിം കേട്ടോ. അഹമ്മദ് ഒനാന ഇന്നലെ ഒനാനയുടെ ഒരു മിസ്റ്റേക്ക് ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് പോയുമാണ് അന്ന് ആർസണൽ ഈക്വലൈസർ സ്കോർ ചെയ്തു. ബട്ട് കമാറ വാസ് ടോപ്പ് ക്ലാസ് മിഡ്ഫീൽഡ്, റിയലി ടോപ്പ് ക്ലാസ് പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ പിച്ച് വരുന്നു, 1-1 നിൽക്കുന്നു. പിന്നീട് ആസ്റ്റൺ വില്ല നോക്കിയാണ്. ആസ്റ്റൺ വില്ല ഡ്യുവൽസ് അല്ല, ആസ്റ്റൺ വില്ല വിൻ ചെയ്യുകയാണ്. ഇപ്പോൾ ഗ്യോക്കറസിനെയൊക്കെ സെക്കൻഡ് ഹാഫ് മെറീനോനെ മാറ്റി ഇറക്കിയെങ്കിലും അധികം ഇമ്പാക്ട് ഉണ്ടാക്കിയില്ല. ഡ്യുവൽസ് അല്ല, ആസ്റ്റൺ വില്ല വിൻ ചെയ്യുകയായിരുന്നു എഗെയിൻസ്റ്റ് ഇത്. ഇന്നലെ ഗബ്രിയലിനെയും സലീബിനെയൊക്കെ ശരിക്കും മിസ് ചെയ്തു. ടിംബർ മോശമാണെന്നല്ല, ബട്ട് ടിംബർ സെൻറ്റർ ബാക്ക്, ടിംബർ എസ് എ റൈറ്റ് ബാക്ക് ഈസ് ഗുഡ്, ടിംബർ എസ് എ സെൻറ്റർ ബാക്ക് പ്ലേഡ് റിയലി വെൽ. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഡ്യുവൽസ് നമ്മൾ നോക്കാനായിട്ടാണ് ആസ്റ്റൺ വില്ലയ്ക്ക് അവിടെ ഒരു അഡ്വാൻറ്റേജ് വന്നായിരുന്നു. ഒലിവ് വാക്കിൻസിൻ്റെ ഒരു 1-1 ഗെയിം തന്നെയായിരുന്നു ഇന്നലെ, പറയാതിരിക്കാൻ വയ്യോ. ഫസ്റ്റ് ഹാഫൊക്കെ ഒലിവ് വാക്കിൻസിൻ്റെ 1-1 മൂവ് ഉണ്ടായിരുന്നു. റയയുടെയൊക്കെ ഒരു അന്യായ സേവുകൾ. സെക്കൻഡ് ഹാഫിലാണെങ്കിലും ഒലിവ് വാക്കിൻസ് വാസ് ഇൻ ദ ഗെയിം, കോൺസ്റ്റൻ്റ്ലി ത്രെട്ടായിരുന്നു. ആൻഡ് ലാസ്റ്റ് മൊമെൻറ്റിൽ ആ ഒരു ഗോള് ബുണ്ടിയും കൂടെ, അത് ഭയങ്കര കെയോട്ടിക്കായിരുന്നു ആ ഒരു ഗോള്, പറയാതിരിക്കാൻ വയ്യ കേട്ടോ. കെയോട്ടിക് ആയിട്ടുള്ള ഒരു ഗോള് കൺവേർട്ട് ചെയ്തുകൊണ്ട് ആസ്റ്റൺ വില്ല ജയിച്ചിരിക്കുകയാണ്. ആൻഡ് ടൈറ്റിൽ റേസിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുകയാണ്. കാരണം മാഞ്ചസ്റ്റർ സിറ്റി അപ്പുറത്ത്,
3-0 സണ്ടർലൻഡിനെ തോൽപ്പിക്കുന്ന ഒരു സിനാരിയോ കണ്ടു. ആൻഡ് റയാൻ ചെർക്കി വാസ് വേൾഡ് ക്ലാസ് എന്ന് പറയുന്ന ഒരു അണ്ടർ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ ഒരു മാച്ചിൽ. അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു. 2 അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ കൂടുതൽ ആൾക്ക് കിട്ടേണ്ടതാണ്. വേൾഡ് ക്ലാസ് എന്ന് പറയണം റയാൻ ചെർക്കിയുടെ ഇന്നലത്തെ പെർഫോമൻസിൽ. ആൻഡ് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ ഹാളണ്ട് സ്കോർ ചെയ്യാത്തത് പോസിറ്റീവ് അല്ല, പക്ഷേ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം വെൻ ഇറ്റ് കംസ് ടു മാൻ സിറ്റി, ഹാളണ്ട് സ്കോർ ചെയ്യാതെ തന്നെ ഇപ്പം ഗോളുകൾ വരുവാണ്. ഫോഡൻ കഴിഞ്ഞ 3 മാച്ചുകളിൽ നമ്മൾ നോക്കാനാണ് ഈ മാച്ചിൽ ഒരു ഗോൾ അസിസ്റ്റ്, അതിനു മുമ്പ് ഫുള്ളാലിന് അഗേൻസ്റ്റ് ബ്രേസ്, ലീഡ്സിന് അഗേൻസ്റ്റ് ബ്രേസ്. സോ ഫോഡൻ ഇപ്പോൾ സ്കോർ ചെയ്യുന്നു. റൂബൻ ഡിയാസിൻ്റെ നമ്മളൊരു വിൻസെന്റ് കമ്പനിയെ റെപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരു ഗോൾ ഇന്നലെ ഔട്ട് സൈഡ് ദ ബോക്സിൽ 1-1.5 ഷോട്ട്, അത് ബല്ലാഡിൻ്റെ ദേഹത്ത് ഡിഫ്ലക്റ്റ് ആവുന്നുണ്ട്, പക്ഷേ എന്നാലും ഒരു കിടിലൻ ഷോട്ട്. പിന്നീട് കോർണർ കിക്ക്, ഫോഡൻ്റെ കോർണർ കിക്ക് കൺവേർട്ട് ചെയ്യുന്നു, ഗ്വാർഡിയോൾ 2-0 ആക്കുന്നു. ആൻഡ് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴേക്കും സണ്ടർലൻഡ് ഹാർഡ് ചാൻസസ്. റൂബൻ ഡിയാസിൻ്റെ ഒരു മിസ്റ്റേക്ക് ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് 1-on-1 സിറ്റുവേഷനിൽ ഡോണറൂമയുടെ ഒരു കിടിലൻ സേവ് ഉണ്ട്. കൂടാതെ ഗ്രാനിറ്റ് സാക്കയുടെ ഒരു ഷോട്ട് ബാർ തട്ടി പോകുന്നുണ്ട്. മേ ബി അത് രണ്ടും കയറുമായിരുന്നു, അവിടെ 2-2 ആയിരുന്നു. പിന്നീടാണ് ആ ഒരു എന്നാ പറയുക, ഒരു വേൾഡ് ക്ലാസ് അസിസ്റ്റ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റയാൻ ചെർക്കിയുടെ ഭാഗത്തുനിന്ന് വരുന്നത് നമ്മൾ കാണുന്നത്. ഒരു 1-1.5 അസിസ്റ്റ് ആയിരുന്നത്. ആ ഒരു പാസ്, മാൻ വാട്ട് എ പാസ്. ആൻഡ് ഫോഡൻ്റെ ഒരു ഫിനിഷ് 3-0 ആക്കുന്ന ഒരു സിനാരിയോ നമ്മൾ കാണുകയാണ്. മാഞ്ചസ്റ്റർ സിറ്റി ഗെയിം സീൽ ഓഫ് ചെയ്യുന്നു. പിന്നീട് ഡോക്കു ഇന്നലെ അത്യാവശ്യം നല്ലപോലെ തന്നെ കളിച്ചു. ഡോക്കു ഹാഡ് സം ഗുഡ് ചാൻസസ്. അതിനുശേഷം പിച്ചിൽ ഇറങ്ങിയതിന് ശേഷം ചെർക്കിക്ക് ലാസ്റ്റ് മൊമെന്റ് ഒരു ചാൻസ് കിട്ടി. ചെർക്കി ഒരു ഗോൾ അടിക്കാനായിട്ട് പറ്റിയൊരു അവസരം ഉണ്ടായിരുന്നു. ഇപ്പോൾ മർമോഷ് പിച്ചിലിറങ്ങി, ഹി ഹാഡ് എ ചാൻസ്. സോ സിറ്റി പിന്നീട് ഗെയിം കൺട്രോൾഡാക്കി കംഫർട്ടബിൾ 3-0 വിന്നായിട്ട് പോയി. സോ നമ്മൾ നോക്കുവാണെങ്കിൽ മാൻ സിറ്റിയും ആർസണലും തമ്മിൽ 2 പോയിന്റ്സ് ഗ്യാപ്പേ ഉള്ളൂ. സോ അതിലോട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒരു പ്രീമിയർ ലീഗ് മാച്ച് കൂടെ പറയാനുണ്ട്. ഒരു മാച്ച് മെയിനിൽ ഒന്ന് ടച്ച് ചെയ്യാനുണ്ട്. ചെൽസി ഇന്നലെ വീണ്ടും സമനില പിടിച്ചിരിക്കുകയാണ് ബോൺമുത്തുമായിട്ട്. സോ ബോൺമുത്തിൻ്റെ ഹോം മാച്ചിൽ 0-0 ഡ്രോ ആണ്. ഇന്നലത്തെ പിച്ചിലിറക്കിയ ലൈനപ്പ് നിങ്ങൾക്ക് കാണാം. ഡെലാപ്പിന് 30-ാം മിനിറ്റിൽ വീണ്ടും ഇഞ്ചറി പറ്റിപ്പോയത് തലവേദനയാണ്. ഗുയിനെ പിച്ചിലിറക്കി. ശരിയാണ്, കുറച്ച് ഇഞ്ചറി ഇഷ്യൂസ് ഉണ്ട്, പക്ഷേ ഇന്നലെ ഇറക്കിയ ലൈനപ്പ് പ്രട്ടി മച്ച് സ്ട്രോങ് ടീം തന്നെയായിരുന്നു. അവിടെ കിറ്റൻസ് ഒക്കെ അൺയൂസ്ഡ് സബ്ബായിട്ട് ഇരിപ്പുണ്ട്. എനിക്ക് കുക്കറയായും എൻസോ ഫെർണാണ്ടസും രണ്ടുപേരെയും നല്ലപോലെ മറസ്ക സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി കുക്കറയ. എത്ര നാൾ ഈ കുക്കറെ സ്ട്രെച്ച് നടക്കുമെന്ന് എനിക്കറിയത്തില്ല. ഹാറ്റോനെ കുറച്ച് ട്രസ്റ്റ് ചെയ്തില്ലെങ്കിൽ പണി വാളും. കാരണം കുക്കറെ കനോട്ട് ഗോ ഓൺ ലൈക്ക് ദിസ്. ആൾ മാച്ച് ആഫ്റ്റർ മാച്ച് ഹൈ ഇൻറ്റൻസിറ്റിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കുക്കറെ. ബാക്കി എല്ലാവർക്കും പിന്നെയും റെസ്റ്റ് കിട്ടുന്നുണ്ട്. സോ കുക്കറയുടെ കാര്യം കൺസേണിങ് ആണ്. ആൻഡ് കുക്കറെ ഇന്നലെ 90 മിനിറ്റ്സ് കംപ്ലീറ്റ് ചെയ്തു. സോ ഇന്നലത്തെ മാച്ചിൽ 0-0 ഡ്രോ ആണ്. ഐ തിങ്ക് സാഞ്ചസ് വാസ് ദ മാൻ ഓഫ് ദ മാച്ച് ആൻഡ് ഡിസേർവിംഗ്ലി. ആൾ 4 സേവുകൾ, ഇൻസൈഡ് ദ ബോക്സ് സേവുകൾ ഉണ്ടായിരുന്നു. ആൻഡ് സാഞ്ചസ് ഇന്നലെ ഇല്ലാതെങ്കിൽ മേ ബി ബോൺമത്ത് വിക്ടറി ആയിട്ട് പോകുന്നതാണ്. ഇതാണ് ചെൽസി ടൈറ്റിൽ റേസർ ഉണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ കൺഫ്യൂസിങ് ആക്കുന്ന ഒരു കാര്യം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം തന്നെ. ലീഡ്സ് മാച്ചിന് മുമ്പും എനിക്ക് നമ്മളിപ്പം ആ ഡിസ്കഷനിലാണെങ്കിലും ലീഡ്സ് മാച്ചൊക്കെ മേ ബി പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നൊരു സിനാരിയോ പല ചെൽസി ഫാൻസും എല്ലാവരും പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇപ്പം ആർസണലിനെയോ ഈ സിറ്റിനെയോ യുണൈറ്റഡിനോട് തോറ്റു, പക്ഷേ എന്നാലും യുണൈറ്റഡോ ലിവർപൂളോ ഇന്ന് ടോപ്പ് ടീമുകൾ ടോട്ടനാമിനോടോ ഒക്കെ അഗേൻസ്റ്റ് വീക്ക് ആഫ്റ്റർ വീക്ക് കളിക്കുകയാണെങ്കിൽ മേ ബി ചെൽസിക്ക് ലീഗ് അടിക്കാം. അവർക്കെല്ലാം അഗേൻസ്റ്റ് ചെൽസി സ്റ്റെപ്പ് അപ്പ് ചെയ്യും. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ടീംസ് ദാറ്റ് ഡിഫെൻസീവലി കുറച്ച് ഓർഗനൈസ്, എസ്പെഷ്യലി നമ്പേഴ്സ് സബ്മിറ്റ് ചെയ്ത് ബാക്ക് ഫുട്ടിൽ ചെൽസിക്ക് അഗേൻസ്റ്റ് കളിക്കുന്ന സൈഡുകൾക്ക് അഗേൻസ്റ്റ് വരുമ്പോഴേക്കും എൻസോ മരസ്ക സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ടാക്ടിക്കലി ദേ ആർ സ്ട്രഗ്ലിംഗ് ടു ക്രിയേറ്റ് ചാൻസസ്. ലീഡ്സിനോട് തോക്കുന്നു. ഇന്നലെ ബോൺമുത്തിനോട് തോക്കണ്ടാണ്. സാഞ്ചസിൻ്റെ ഇന്നലത്തെ ഒരു സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. അല്ലാന്നെങ്കിൽ ബോൺമുത്ത് ശരിക്കും ചാൻസസ് കിട്ടും. അന്യായ ചാൻസുകൾ കുറേ ക്രിയേറ്റ് ചെയ്യുന്നല്ല, ബട്ട് കുറച്ച് ബെറ്റർ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത് വിത്തൗട്ട് എ ഡൗട്ട് ബോൺമുത്ത് തന്നെയായിരുന്നു. സോ ചെൽസി ടൈറ്റിൽ റേസ് ഇൻട്രസ്റ്റിംഗ് ആക്കാം നോക്കുമെന്നൊരു ഫീൽ ആയിരുന്നു. ബട്ട് ഡിസംബർ വന്ന് ചെൽസി ടൈറ്റിൽ റേസ് ചെയ്ത് പോയി. സോ നമ്മളിപ്പോൾ ടൈറ്റിൽ റേസ് സിനാരിയോ നോക്കുവാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കാണാം ആർസണലാണ് ഇപ്പോഴും ഫസ്റ്റ്. സിറ്റി വെറും 2 പോയിന്റ് ഗ്യാപ്പിലാണുള്ളത്. സിറ്റി 31 വെറും 2 പോയിന്റ് ഗ്യാപ്പാണ്. 33 ആർസണൽ ഫസ്റ്റാണ്. ആസ്റ്റൺ വില്ല തേർഡ് സ്പോട്ടിലുണ്ട്. ഐ തിങ്ക് ദേ ആർ നോട്ട് ഇൻ ദ ടൈറ്റിൽ റേസ് എന്ന് ഇപ്പം പറയാമെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഉനേമറിയാണ്. ബട്ട് അപ്പോൾ എങ്ങനെയാണ് ടോപ്പ് 4 കിടക്കുമോ എന്ന് നമുക്ക് നോക്കാം. ആൻഡ് 4th സ്പോട്ടിൽ ചെൽസി 25 പോയിന്റിലുണ്ട്. ആൻഡ് പിന്നീട് ഇന്നലെ എവർട്ടൺ ജയമായിട്ട് 3-0 നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ തോപ്പിച്ച് എവർട്ടൺ ഇപ്പോൾ 5th സ്പോട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം നിങ്ങൾക്ക് കാണാം, ലിവർപൂൾ ഈവൻ ദോ ഇപ്പോഴും താഴെയാണ് കിടക്കുന്നതെങ്കിലും അടുത്തൊരു മാച്ച് വിൻ ചെയ്യുവാണ് നേരെ 5th സ്പോട്ടിലോട്ട് കയറാം. ഇന്നലെ ജയിക്കുമായിരുന്നെങ്കിൽ നേരെ 5th സ്പോട്ടിലോട്ട് ചെൽസിയോട് ലെവൽ ഓൺ പോയിന്റ്സ് ആയാണ് ലിവർപൂൾ. സോ ഇപ്പോഴും ലിവർപൂൾ ടൈറ്റിൽ റേസിൽ നിന്ന് ഔട്ടല്ല. ടൈറ്റിൽ റേസിൽ നിന്ന് ലിവർപൂൾ ഇപ്പോൾ ഔട്ടല്ല. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. കൂടാതെ രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവൻ മാൻ യുണൈറ്റഡ് ഇപ്പം 10 താഴെയാണ്. മാൻ യുണൈറ്റഡ് നാളത്തെ മാച്ച് ജയിക്കുവാണെങ്കിൽ മാൻ യുണൈറ്റഡ് നേരെ ടോപ്പ് 5ലോട്ട് വരും, 5th സ്പോട്ടിലോട്ട് വരും. സോ എങ്ങോട്ട് പോകുന്ന രീതിയിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഐ തിങ്ക് പെപ് ഗാർഡിയോള തൊട്ട് പുറകിൽ നിൽക്കുന്നത് തലവേദന ഉള്ള ഒരു കാര്യമാണ്. നമ്മൾ നോക്കുവാണെങ്കിൽ അർണേ സ്ലോട്ടിന് അർട്ടേറ്റയ്ക്ക് അത് പറയാതിരിക്കാൻ വയ്യ.
മാൻ ആർസണൽ കാനോട്ട് വോട്ട് ഇൻ ദ ലീഗ് ദിസ് സീസൺ ബ്രോ, അത് എടുത്തു പറയേണ്ട കാര്യമാണ്. നമുക്ക് നോക്കാം എന്താവുമെന്ന്. നല്ല ചാൻസ് ആയിരുന്നു, ബട്ട് സിറ്റിയുടെ ഇപ്പോഴത്തെ പെർഫോമൻസ് ഇവന്തോ ഹാളണ്ട് ചെറുതായിട്ട് ഡിപ്പായെങ്കിലും ബാക്കി എല്ലാവരും സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നു. ബട്ട് ഹാളണ്ട് ഡിപ്പാകുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, പുള്ളി കുറച്ചുകൂടെ ഗെയിമിൽ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സോ പുള്ളിയിലോട്ട് ഫോക്കസ് പോകുന്നത് ഫോർഡനും ചെറുക്കൊക്കെ സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ന്യൂനസിനൊക്കെയാണ്. സോ വിച്ച് ഈസ് ഗുഡ് ടു സീ. അതുപോലെ തന്നെ മറ്റു കുറച്ച് മാച്ചുകളും ടച്ച് ചെയ്യാനായിട്ടാണ് ഇന്നലെ ന്യൂക്കാസിൽ 2-1 ബേൺലിനെ തോപ്പിച്ചു. അവിടുന്ന് സ്പേഴ്സ് ഇന്നലെ 2-0 ബ്രെൻഫോർഡിനെ തോപ്പിക്കുന്ന സിനാരിയോ നമ്മൾ കണ്ടു. സോ സ്റ്റാറ്റിസ്റ്റിക്കലാണ് സ്പേഴ്സ് മികച്ച എന്ന മത്സരമായിരുന്നു. 2-ന് മേൽ XG ക്രിയേറ്റ് ചെയ്തു. സോ ഇപ്പോൾ ആൾ ലൈനപ്പിൽ കുറച്ച് ചേഞ്ചുകൾ കാണാം, നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചുകൾ ലൈനപ്പിൽ കൊണ്ടുവരുന്നുണ്ട്. സോ അതിനകത്ത് തന്നെ ലാസ്റ്റ് ന്യൂക്കാസിലിനോട് സമനിലയായിരുന്നെങ്കിലും ഗോളുകൾ സ്കോർ ചെയ്യാൻ തുടങ്ങി, ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടെ ഓപ്പൺ ആണ്. ചാവി സിമൻസ് ഗോളും അസിസ്റ്റും പ്രൊവൈഡ് ചെയ്തു. സോ സ്പേഴ്സ് ഇന്നലെ ഒരു വിക്ടറി ആയിട്ട് പോയി. പോസിറ്റീവായിട്ടുള്ള ചേഞ്ചുകൾ സ്പേഴ്സിൽ കഴിഞ്ഞ കുറച്ച് മാച്ചുകളായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സിരിയയിലോട്ട് പോകുമ്പോഴേക്കും കോമോ ഇന്നലെ 4-0 ഇന്ററിനോട് തോക്കുന്ന സിനാരിയോ നമ്മൾ കണ്ടു. അത് കോമോ അപ്രിസിയേഷൻ കൊടുക്കേണ്ട ഒരു ടീമാണ് കേട്ടോ. അവർ 12 ഗെയിമായിട്ട് അൺബീറ്റൺ റണ്ണി വന്നുകൊണ്ടിരുന്നതാണ്. കുറേ ഡ്രോൾ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക്, പക്ഷേ ജയിച്ചിട്ടുണ്ട്, തോറ്റിട്ടുണ്ട് ഇന്നലെ. ഈ സീസണിലെ 2ാമത്തെ തോൽവിയാണ് ഓൾ കോമ്പറ്റീഷൻ. ബൊളോഗ്നയോട് മാത്രമാണ് അവർ ലീഗിൽ സോഫാർ തോറ്റിരുന്നത്, ഓൾ കോമ്പറ്റീഷൻ കോപ്പ ഇറ്റാലി ഉൾപ്പെടെ. ബട്ട് 2ാമത്തെ തോൽവിയാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ്, നിങ്ങളിപ്പോൾ ലീഗ് ടൈറ്റിൽ നോക്കുവാണെങ്കിൽ ഇന്റർ ഫസ്റ്റാണ്, ബട്ട് AC മിലാനും നാപ്പോളിയും റോമയും തൊട്ട് പുറകെയുണ്ട്. അറ്റ്ലാന്റ ഇന്നലെ 3-1 വെറോണയോട് തോറ്റു. പിന്നീട് എടുത്തു പറയേണ്ട കാര്യം, ഇപ്പോൾ കോമോ 6th സ്പോട്ടുണ്ട്, ബൊളോഗ്ന 5th ഉണ്ട്, ബൊളോഗ്നയ്ക്ക് ഒരു ഗെയിം ഇൻ ഹാൻഡും ഉണ്ട്. സോ ലെറ്റ്സ് സീ. യുവന്റസ് 7th അതുപോലെ തന്നെ നമ്മൾ ബുണ്ടസ്ലീഗയിലോട്ട് പോകുമ്പോഴേക്കും ഇന്നലെ സ്റ്റുട്ട്ഗാർട്ടിനെ അവരുടെ ഹോമിൽ ചെന്നിട്ട് 5-0 ബയൺ മ്യൂണിക്ക് തോപ്പിച്ചു. സോ ആ സ്കോർ ലൈൻ കാണുന്ന പോലെയല്ല, ഫസ്റ്റ് ഹാഫിൽ ലെയ്മർ നേടിയ ഒരു ഗോളിൽ 1-0 ലീഡ് നിൽക്കുമായിരുന്നു. ധാരാളം ചേഞ്ചുകളോടാണ് ഇറക്കിയത്. ഹാരിക്കേനെയൊക്കെ ബെഞ്ച് ചെയ്തിരുന്നു. സോ 62-ാം മിനിറ്റിൽ ഹാരിക്കെയിൻ പിച്ചിലിറങ്ങിയതിന് ശേഷമാണ് പിന്നീട് കളി മാറുന്നത്. ഹാട്രിക് ഫ്രം ഹാരിക്കെയിൻ 62-ാം മിനിറ്റിൽ ഇറങ്ങിയ ശേഷം പിന്നെ സ്റ്റാനിസിച്ചിൻ്റെ ഒരു ഗോൾ വന്നു. സോ അങ്ങനെ 5-1 ഫൈനലി ഒരു കംഫർട്ടബിൾ വിന്നാക്കി മാറ്റി. ആൻഡ് ലൈപ്സിഗ് 6-0 ഫ്രാങ്ക്ഫുട്ടിനെ തോപ്പിച്ചു. ബാർസ അടുത്ത് കളിക്കാൻ പോകുന്ന ഫ്രാങ്ക്ഫുട്ടിനെ ക്യാമ്പ് നൂ വെച്ചാണ്. ആൻഡ് ബുണ്ടസ്ലീഗ ടൈറ്റിലിൽ ഓൾമോസ്റ്റ് 8 പോയിന്റ്സ് ലീഡുമായിട്ട് കുതിക്കുകയാണ് ബയൺ മ്യൂണിക്ക്. സെക്കൻഡ് സ്പോട്ടിൽ ലൈപ്സിഗ് ഉണ്ട്. സോ ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന്. അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ ലീഗ് 1 നോക്കുകയാണെങ്കിൽ മാർസെ 1-0 ലില്ലിനോട് തോക്കുന്ന സിനാരിയോ നമ്മൾ കണ്ടു. ഈതൻ എംബാപ്പെ നേടിയ ഗോളിലാണ് ലില്ലി ജയിക്കുന്നത്. കൂടാതെ 5-0 റെനസിനെ PSG തോപ്പിച്ചു. കവറത്സ്കെലിയുടെ ഡബിളും എംബായയും മയൂലും 5ാമത്തെ ഗോൾ റാമോസ് ആയിരുന്നു, ആരാളും വിട്ടുപോയി, സ്കോർ ചെയ്ത് 5-0 ജയിച്ചുകൊണ്ടാണ് PSG പോകുന്നത്. സോ അവിടെ എനിക്ക് തോന്നുന്നു PSG ക്ലിയർ ഫേവറേറ്റ്സ് ആണ്. ബട്ട് മാർസെ ടൈറ്റായിട്ട് പുറയിലുണ്ടെങ്കിലും ഇന്നലത്തെ ഒരു തോൽവി അടിയായിട്ടുണ്ട്. പിന്നെയും കുറച്ച് കുറേ മാച്ചുകൾ ഇന്നലെ ഉണ്ടായിരുന്നു. ബട്ട് ഇതൊക്കെയാണ് ഇപ്പോൾ ഓവറോൾ പറയാനായിട്ടുള്ളതെങ്കിൽ ലീഗ് 1 ഇൻട്രസ്റ്റിംഗ് ആവുമോ നോക്കാം. ഐ തിങ്ക് മാർസെ ആൻഡ് PSG അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. മാർസെ ഒരു കോമ്പറ്റീഷൻ കൊടുക്കുമോ നോക്കാം. സോ ഇതൊക്കെയാണ് ഇന്നലെ നടന്ന മാച്ചുകൾ. എന്താണ് നിങ്ങളുടെ ഓവറോൾ ഒപ്പീനിയൻ എന്ന് പറയാം. ആൻഡ് അർണെ സ്ലോട്ട് ആൻഡ് സല, ആ ഒരു സിറ്റുവേഷനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയനോടെ പറയാം. അതിനെക്കുറിച്ച് ഞാനാണെങ്കിൽ മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും.